everyone, welcome back to my channel Tales of Moby. Hope you all are doing well. So ഇന്നത്തെ വീഡിയോ ഒരു ആഫ്റ്റർ സ്കൂൾ റുട്ടീനാണ് കേട്ടോ. ഒരു സ്കൂൾ വർക്കിംഗ് ഡേ കഴിഞ്ഞിട്ട് ഈവനിങ് വന്നിട്ടുള്ളൊരു ഈവനിങ് വ്ളോഗാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് മൺഡേ ആണ്. അപ്പോൾ മൺഡേയിലെ ആഫ്റ്റർ സ്കൂൾ വ്ളോഗാണ് ഞാൻ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സ്കൂൾ കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് എനിക്കൊരു ട്രൈപോഡ് സ്റ്റാൻഡ് വാങ്ങാനുണ്ടായിരുന്നു. എൻ്റെ പഴയ ട്രൈപോഡ് സ്റ്റാൻഡ് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു നിയർ ബൈ ഷോപ്പിൽ നിന്നാണ് ട്രൈപോഡ് സ്റ്റാൻഡ് വാങ്ങിയത്. അവിടെ നിന്ന് തന്നെ സ്ക്രൂ ഒക്കെ ഇട്ട് മുറുക്കി സെറ്റാക്കിക്കൊണ്ടാണ് ഞാൻ വീട്ടിൽ വന്നത്. ദെൻ വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. ട്യൂഷൻ്റെ സമയത്ത് നമ്മൾ വ്ളോഗ് അല്ലെങ്കിൽ വീഡിയോ ഷൂട്ടിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഓൾറെഡി വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ ടീച്ചർ എന്നൊരു വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ വൈകുന്നേരം വന്നിട്ട് എനിക്ക് പിറ്റേ ദിവസത്തേക്ക് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ ഫോട്ടോ, വീഡിയോ, ട്യൂട്ടോറിയൽ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഷോർട്സ് ആയിട്ടും അതുപോലെ തന്നെ ഒരു ഫുൾ വീഡിയോ ആയിട്ടും ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഹൗ ടു മേക്ക് എ ഗിഫ്റ്റ് ഹാമ്പർ വീഡിയോ, ഒരു ഈസ്തെറ്റിക് വീഡിയോ ആണ്. അത് ഷൂട്ട് ചെയ്ത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വൈകുന്നേരം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വെട്ടവും വെളിച്ചമൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ആദ്യം വന്നതേ ചെയ്തത് ഈ ഒരു കാര്യമാണ്, ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ മേക്കിംഗ് വീഡിയോ എടുക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് ട്യൂഷൻ കഴിഞ്ഞിട്ടുള്ളൊരു ഷൂട്ടാണ് പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്യൂഷൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ദെൻ അന്ന് ഈവനിങ് ഞാൻ ചായക്കൊപ്പം ഈ ഒരു ചോക്കോസും മഞ്ചിൻ്റെ ഷോർട്സോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്, ഇതായിരുന്നു ഈവനിങ് സ്നാക്കായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ ഈവനിങ്ങും ഞാനങ്ങനെ സ്നാക്കോ അല്ലെങ്കിൽ ഫുഡോ ടീയോ ഒന്നും കുടിക്കാറില്ല. ചില ദിവസങ്ങളിൽ തോന്നുമ്പോൾ ചായ കുടിക്കും, ചിലപ്പോൾ ഒന്നും കഴിക്കാറില്ല, ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഐറ്റംസ് കഴിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നത്തെ എൻ്റെ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആയിരിക്കില്ല, എല്ലാം നിങ്ങൾക്കറിയാം. അപ്പോൾ പല ദിവസങ്ങളിലും പല കാര്യങ്ങളാണ്. ഞാനിപ്പോൾ ഇത് വീഡിയോ ഷൂട്ട് ചെയ്ത അന്നത്തെ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിലെന്തെങ്കിലും പണിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും. പിറ്റേ ദിവസം സ്കൂളിലേക്ക് നമുക്ക് ക്ലാസ് എടുക്കാനുള്ള നോട്ട്സോ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ആഫ്റ്റർ സ്കൂൾ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ. പിന്നെ നൈറ്റ് നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് കിടക്കുന്നു. അത്രയും കാര്യങ്ങളാണ് കേട്ടോ എൻ്റെ ഒരു ആഫ്റ്റർ സ്കൂൾ റൂട്ടീൻ അല്ലെങ്കിൽ ഒരു ഈവനിങ് വ്ളോഗിൽ കാണിക്കാനുള്ളത്. പിന്നെ പിറ്റേ ദിവസം, അതായത് ചൊവ്വാഴ്ച ഷൂട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഈ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ട് ഷൂട്ട് ചെയ്ത് കാണിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ആ ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതും അത് കൊറിയറായിട്ട് പാക്ക് ചെയ്ത് അയക്കാനുള്ളത്. എനിക്കിത് കൊല്ലത്തേക്ക് അയക്കാനുള്ള ഒരു കൊറിയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് ഞാനത് കൊറിയർ ഓഫീസിൽ പോയി കൊറിയർ അയച്ചിട്ടാണ് പോയിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.